എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്വാതിയാണ് കേട്ടോ. നമുക്കപ്പോൾ ഒന്നൊരു ഉണ്ണി ഗണപതിനെ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനബിൾ ചെയ്തിടണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പൗഡറും കൂടെ വേണം. അത് ഈ ക്ലേ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നത്. ക്ലേ തുറക്കുമ്പോൾ നമുക്കിങ്ങനെ 2 കോമ്പൗണ്ട്സ് ആണ് കിട്ടുക. ഈ 2 കോമ്പൗണ്ട്സ് നമ്മൾ ഒരു മിക്സ് ചെയ്ത് ചേർക്കണം. എന്നിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കണം. എന്നാലാണ് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്രതലം വേണം. ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡാണ്. യൂസ് ചെയ്യാത്ത ഒരു പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ ടൈലിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്രതലം നമ്മൾ എടുക്കണം. അതിന് മുകളിൽ പരത്തി നമ്മൾ കുറച്ച് ക്ലേ റൗണ്ടിൽ വെച്ച് കൊടുക്കുകയാണ്. അതിന് മുകളിലേക്ക് നമുക്ക് ഗണപതിയുടെ വയറ് ഭാഗം വരുന്ന ആ ഒരു പോർഷനാണ് റൗണ്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 2 കാലുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. 2 ചെറിയ പീസ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീളനെ കിട്ടും. അപ്പോൾ അങ്ങനെ 2 കാലുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറിയൊരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് തലയും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൈയാണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടി 2 ചെറിയ നീളനെയുള്ള പീസുകൾ ഉരുട്ടിയെടുത്ത് കൈ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു കൈയുടെ പത്തി മുകളിലേക്കും ഒരു കൈയുടെ പത്തി താഴേക്കും എന്ന നിലയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ നീളനെ ഒരു പീസ് എടുത്തിട്ട് തുമ്പിക്കൈയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാ ഭാഗത്തും പൗഡർ കൊണ്ട് ഒന്ന് നല്ലോണം തടവി എടുക്കണം. അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലെല്ലാം ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ചെവിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെവിയുടെ ഒരു ഷേപ്പിൽ ക്ലേ എടുത്തിട്ട് ചെവി 2 ഭാഗത്തും ചെവി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു ഗണപതിയുടെ രൂപമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കന്ന് കണ്ണും പുരുകനും അങ്ങനെയൊക്കെ വരച്ച് കൊടുക്കണം. വിരലുകളൊക്കെ നമ്മൾ വരകൾ പോലെ വരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന് വേണ്ടി ഇവിടെ പ്ലക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പുരുകൻ ത്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലേ വെച്ച് തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മണ്ണ് വെച്ചിട്ടായാലും ഉണ്ടാക്കാം. മണ്ണ് വെച്ചിട്ടാകുമ്പോൾ ചിലപ്പോൾ വീണാലൊക്കെ ഉടയാനൊരു ചാൻസ് ഉണ്ട്. ക്ലേ ആകുമ്പോൾ ഒട്ടും എത്ര മുകളിൽ നിന്ന് വീണാൽ പോലും ഉടയില്ല. ഈ ഫെവിക്രിലിൻ്റെ ക്ലേ നല്ല ക്ലേ ആണ്. ക്ലേ യൂസ് ചെയ്യുന്നവർ പരമാവധി ഫെവിക്രിലിൻ്റെ തന്നെ ക്ലേ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒരു ഗണപതിനെ കിട്ടിയിട്ടുണ്ട്. എനിക്കപ്പോൾ ഞാൻ ക്ലേ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ക്ലേ കൂടുതലായിട്ട് വന്നു. ഞാനപ്പോൾ അതുകൊണ്ട് ഒരു ഓം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിരിക്കുകയാണ്. ആ പാത്രം തന്നെ വേണമെന്നില്ല, ടൈലിൻ്റെ പീസോ എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്രതലം മാത്രം നമുക്ക് മതി. അപ്പോൾ അതിന് ഇതുപോലെ ഓം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓം ഗണപതിയുടെ എടുത്ത് വെച്ച് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലേയുടെ 2 കോമ്പൗണ്ട്സും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അത് ഉറച്ചു പോകും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോമ്പൗണ്ട്സ് നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് സാധിക്കില്ല. ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 നമ്മുടെ പാക്കറ്റിലുള്ള കോമ്പൗണ്ട്സ് നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും. അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ മിക്സ് ചെയ്തത് ബാക്കി വന്നത് കൊണ്ട് മാത്രമാണ് ഞാനൊരു ഓമും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. പ്ലക്കർ വെച്ച് തന്നെയാണ് ഞാൻ ആ ഡിസൈൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. വെറുതെ പ്ലക്കറിൻ്റെ സൈഡ് കൊണ്ട് വെറുതെ ഓരോ വരകൾ പോലെ വരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഗണപതിയുടെ ബാക്കിലായിട്ടാണ് ഓം സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിന് മുകളിലേക്ക് ഗോൾഡൻ മെറ്റാലിക് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്.
അത് ഒരു കോട്ട് അടിച്ച് കൊടുത്തതുകൊണ്ട് കാര്യമില്ല, 2-3 കോട്ട് അടിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമാണ് പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒടിക്കുമ്പോൾ 2-3 കോട്ട് അടിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പെയിൻറ്റിങ് കിട്ടും. അപ്പോൾ നമ്മുടെ ഉണ്ണി ഗണപതി ഇത് ഇങ്ങനെയായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോസ് കാണുന്നവരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും വീഡിയോ കണ്ടു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ബൈ.